നമസ്കാരമുണ്ട്, ദീപൂസാണ്. എന്തല്ല പണിയുടെ ഇടയിൽ ഒരു മണിക്കൂർ ഗ്യാപ്പ് കിട്ടി, ഒന്നും നോക്കിയില്ല, നേരെ പടച്ചുമായിട്ടിട്ടോട്ട്. വിന്ററാ മാറി, സ്പ്രിങ് ആയി. ഹൈ, കുറച്ച് വിത്തും കുറച്ച് ചെടിയും വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും നടണം. അതിന് കുറച്ച് കമ്പോസ്റ്റും കുറച്ച് മണ്ണും വാങ്ങണം. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പം അത് നിങ്ങൾ വിചാരിക്കും ഞാനപ്പം നടാൻ പോണെന്നും. ഉണ്ടയാണ്. നാട്ടിൽ നിന്ന് നമ്മുടെ കെട്ടുള്ള അപ്പനമ്മ വന്നിട്ടുണ്ട്, എന്തെങ്കിലും പണി കൊടുക്കേണ്ടവർക്ക്, അതിനു വേണ്ടിയാ. അപ്പം നിങ്ങളാ വിചാരിക്കും നമ്മുടെ കെട്ടുള്ള അപ്പനാ നടാൻ പോണേന്ന്. ആള് നമ്മളെക്കാൾ വലിയ ഉണ്ടയാ. ആളെ കുറ്റം പറയുന്നല്ലട്ടാ. ആള് കാലത്ത് എഴുന്നേറ്റ് ഗ്രേസിയായി ചായ, അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോ ഗ്രേസിയായി ചോറ്, അത് കഴിഞ്ഞിട്ട് 4 മണിയാകുമ്പോ ഗ്രേസിയായി ഒരു ചായ, അത് വൈകുന്നേരം മസ്റ്റാണ് ചപ്പാത്തി. എങ്ങനെയുണ്ട് ഗഡിമോൻ? പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് കേട്ടിട്ട് എണ്ണമെങ്കിലും ഈ മമ്മൂട്ടി പോണ പോലെ പോണ ആളാണ്ടാ നമ്മുടെ അമ്മായിപ്പൻ. ആള് പുലിയാന്ന്, നമ്മളൊക്കെ റോൾ മോഡലാക്കേണ്ട ആളാന്ന്. നമ്മ ന്യൂസിലൻഡിലൊരു വീട് വയ്ക്കുമ്പോൾ അകത്തും പുറത്തും വെക്കേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്ന്. ഏത് മനസ്സിലായ? എല്ലാം മായിട്ടൻ മാത്രമല്ലാട്ടാ, വേറെയുണ്ട് ഷോപ്പുകൾ ഇവിടെ. അത് വാങ്ങിയിട്ട് ഇതേ പണി അവസാനിപ്പിച്ചിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. ചട്ടിയും വട്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. നമുക്ക് വേണ്ടത് മണ്ണാ. നമ്മൾ മണ്ണിൻ്റെ സെക്ഷൻ പോയിട്ട് ഒരു മണ്ണ അങ്ങോട്ട് പൊതിച്ചു. ആ ഗ്യാപ്പിൽ നമ്മുടെ അമ്മായിപ്പം പോയിട്ട് ഒരു മുന്തിരിയാ പൂശി എന്ന് പറഞ്ഞാൽ എടുത്തുന്നിട്ടാ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കമ്പോസ്റ്റായിരുന്നു. 2 ചാക്ക കമ്പോസ്റ്റാ പൊക്കി. അല്ല പിന്നെ ഇതുകൊണ്ട് തീർന്നെന്ന് വിചാരിച്ചാട്ടാ. അതേ വരുന്ന നമ്മളെ കെറ്റുള്ള ഫോൺ. കൈമിടുന്ന ഗ്ലൗസ് വേണമെന്ന്. സാധനം വീട്ടിലുണ്ടെന്ന് ഈ ജന്തുക്കൾ നോക്കില്ലെന്ന്. അപ്പം പിന്നെ ഡിമാൻഡാ മാറ്റി. മണ്ണ് കോരുന്ന സ്പൂണാ വേണമെന്ന് ഒരെണ്ണ വാങ്ങി. അത് കഴിഞ്ഞ് നിർത്തുന്ന വിചാരിച്ചത് റോസ വെട്ടണ കത്തര വേണമെന്ന്. അവളുടെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി, അവളുടെ തല വെട്ടണ സാധനം തന്നെ വാങ്ങി ഞാൻ. ഗഡിമോൻ വന്ന് ബില്ലടിച്ച് തന്നു കേട്ടാ. രക്ഷപ്പെട്ട് ഓടി ഞാൻ. ബില്ല് നോക്കിയപ്പോൾ 93 ഡോളർ. നാട്ടിലൊരു 5000 രൂപ. ഡിം ഒന്നും നോക്കിയില്ല, സാധനം കൊണ്ട് വണ്ടി കയറ്റി. എന്ത് പറയാനായിട്ടാ, 1 മണിക്കൂർ കൊണ്ട് 5000 രൂപ ആ വഴിക്കാ പോയി. ഗോവിന്ദ. ഒന്നും നോക്കിയില്ല, രക്ഷപ്പെട്ട് ഓടി ഞാൻ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടാ. ഇതൊക്കെ കാണുന്നവര് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടാ. വെറുതെ ഒന്നല്ലോ, അന്തസ്സായിട്ട് ഇരുന്നിട്ടല്ലേ.